ഹലോ ഗേൾസ് നമ്മൾ ടർഫിലുണ്ട് പേരൻറ് ഫീസാട്ടോ. ഇനി നമ്മൾ അവിടെ പോകട്ടോ. അവിടെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയേക്കാം. എന്താ കാട്ടിൽ നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ട് നിൽക്കാം. ഫ്രണ്ട് ആകാൻ അയച്ചു കണ്ടില്ലേ. ഇനി കുറച്ചുകൂടി പോയാൽ നമ്മൾ ടർഫ് എത്തി ഗൈസ്. എത്തിട്ടോ എത്തി. ഇനി നേരെ ഇതാക്കണം നമ്മൾ ടർഫ്. നമ്മൾ ക്യാമ്പാട്ടത് ഞാൻ പെട്ടെന്ന് പോയി പറയാൻ മറന്നു പോയി. ഇത് നമ്മൾ ക്യാമ്പാണ്. ക്യാമ്പ് ഇതൊക്കെ ഇവിടെ കുറേ ഒക്കെ നിർത്തിയില്ലേ. അത് ഞങ്ങൾ സാറുണ്ട് കേട്ടോ അവിടെ. അമ്പതിക്കിനും ട്രാമിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. കണ്ടപ്പോഴേ ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിക്കും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പാരൻസ് മീറ്റ് നിയന്ത്രിക്കുന്നത് നമ്മളെ കുഞ്ഞാലു സാറും നൗഷാദ് സാറും കൂടിയിട്ടാണ്. പാരൻസിന് എന്ത് കാര്യം തുറന്ന് പറയാൻ പറ്റും. ശേഷം നമ്മൾ ഗെയിമുകളിലേക്ക് കിടക്കും. ഗെയിം കടന്ന് ഒരു ഉച്ച 1:15 ആകുമ്പോഴേക്ക് ഭക്ഷണത്തിൻ്റെ ബ്രേക്ക് ഉണ്ടാവും. 2 മണിക്ക് വീണ്ടും ഗെയിംസ് റെസ്യൂം ചെയ്യും. ഒരു 3:30-3:45 ഗെയിമെല്ലാം കഴിഞ്ഞ് 4 മണിക്ക് ചായ കുടിച്ച് പ്രൈസും വാങ്ങിച്ച് നമുക്ക് പിരിയാവുന്ന ഒരു ചെറിയ ചടങ്ങാണ് നിർത്തിയിട്ടുള്ളത്. എല്ലാവരും കഴിഞ്ഞവരെ നിൽക്കണം. ഈ സൈക്കോ പറ്റിയും ഇഫയെ പറ്റിയും ഇവിടെ പുത്തിരിയല്ല. കഴിഞ്ഞ 3 നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. മോളെ പേരെന്താ? മോളെ പേരെന്താ? ഉപ്പച്ചി കയ്യടി കൊടുക്കുക. ഒന്ന് സ്മൈൽ ചെയ്ത് എല്ലാവരും നോക്കിയാൽ ഉമ്മ ഉപ്പയ്ക്കുണ്ട് അവിടെ. കുട്ടികളെ പിന്നിലേക്ക് ഇരിക്കട്ടെ. അവർക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും ഇരിക്കുക. അയ്യ അവളെ ഉപ്പാൻ്റെ ഒരു ഉപ്പച്ചിയാണ്. അയ്യ ഉപ്പച്ചി ചിരിച്ചോ? നന്നായി ചിരിക്ക്. റെഡി? ഓക്കെ, താങ്ക് യു. അടുത്താൽ വരിക. ഐസൻ സലാം. ഐസൻ സലാം. ഒരു കൈ സ്മൈലായിട്ടുണ്ടോ? നമ്മുടെ അക്കാഡമി സ്റ്റുഡൻ്റ് ഐസൻ സലാം. എല്ലാവരും കൈ കൊടുക്കാം. കയ്യിൽ കൊടുക്കും. ഓക്കെ, ജഡ്ജസ് ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകൾക്കല്ലേ എത്താൻ പറ്റേ വേണ്ട കേട്ടോ. എന്താ നസലി ഫസല്. ഓക്കെ, കയ്യോ താത്തി നല്ലൊരു സ്മൈൽ കൊടുക്കുക. നല്ലൊരു പുഞ്ചിരി. വാ നസലി, നല്ലൊരു പുഞ്ചിരി. കമോൺ, വേണ്ടാണ് കൈ വെച്ചു. ഓക്കെ, ഒരേ കാലം ഒന്ന് മാറി നിന്നോളൂ. കുട്ടികളെ നല്ല കളർഫുൾ ഗെയിം വരുന്നത്. കുട്ടികൾക്ക് കളർ കൈയടിച്ച് കൊടുക്കട്ടോ പെട്ടെന്ന്. 2 മിനിറ്റ്. കളിയല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മാനസിക വളർച്ച നിങ്ങൾ നേടിയതിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരും. അപ്പൊ എന്റെ 2ാമത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടി ആയതുകൊണ്ട് ഞാൻ അതിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാൻ റെഡിയാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിനും
മുഖ്യാതിഥികളും പങ്കുചേരണമെന്ന് പ്രത്യേകം. ഷിയാബ് ഒന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ